ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെള്ളറട കലുങ്കുനടയിലാണ്. ഇവിടെയാണ് 55-കാരനെ വാഹനമിടിച്ച് അപകടത്തിൽപ്പെടുത്തിയതിനു ശേഷം മുറിയിൽ കയറ്റിയിട്ട് പൂട്ടിയത്. ഈ റോഡരികിൽ കാണുന്ന ഈ മുറിയിലാണ് അപകടത്തിൽപ്പെട്ട സുരേഷിനെ പൂട്ടിയിട്ടതിന് ശേഷം ഈ വാഹനമിടിപ്പിച്ചവർ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു അപകടം നടന്നത്. രാത്രി അപകടം നടന്നതിന് ശേഷം ഇവർ വാഹനത്തിൽ വന്ന് ഇടിച്ചവർ ഈ മുറിക്കുള്ളിൽ സുരേഷിനെ പൂട്ടിയിട്ടതിന് ശേഷം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. 3 ദിവസത്തിന് ശേഷം കടുത്ത ദുർഗന്ധം മുറിക്കുള്ളിൽ നിന്ന് വന്നതോടെയാണ് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും ഈ സംഭവം പുറത്തറിയുകയും ചെയ്തത്. മുറിക്കുള്ളിൽ കടന്നിരുന്ന സുരേഷിന്റെ മൃതദേഹം ചീർത്ത് വീർത്ത സ്ഥിതിയിലായിരുന്നു. തുടർന്ന് പോലീസ് എത്തി കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് 7-ാം തീയതി നടന്ന ക്രൂരകൃത്യം പുറത്തു വരുന്നത്. തൊട്ടടുത്തുള്ള കടയിലെ CCTV ദൃശ്യങ്ങളിലാണ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാത്രി പുറത്ത് റോഡോട് ചേർന്ന് നിന്നിരുന്ന സുരേഷിനെ ഇരുചക്ര വാഹനം വന്ന് ഇടിക്കുന്നതും തുടർന്ന് ആ വാഹനത്തിൽ തന്നെ ഉള്ളവർ ഈ സുരേഷിനെ എടുത്തുകൊണ്ട് മുറിക്കുള്ളിൽ കയറ്റി പൂട്ടിയിടുന്നതും അടക്കം ഈ കടയിലെ CCTV ദൃശ്യങ്ങളിൽ പതിയുകയായിരുന്നു. അതിൽ വ്യക്തമാണ് സുരേഷിനെ വന്ന് വാഹനം ഇടിക്കുന്നതും മറ്റും. ഏതായാലും ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമാണ് ആരാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ എന്നുള്ളത് തെളിയുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ചേരുന്നത്. സർ, എങ്ങനെയായിരിക്കും ഈ ആളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം? ആളെ കണ്ടെത്താൻ ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കണം. ഏതുതരം വാഹനമാണ്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം ആ രീതിയിൽ നടത്താൻ കഴിയുള്ളൂ. നിലവിൽ രാത്രി ആയതുകൊണ്ട് കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ഒരു ടീമുണ്ട്. ടീമുമായിട്ട് ആലോചിച്ച് നമ്മൾ എന്തായാലും ഇന്ന് മുതൽ എത്രയും പെട്ടെന്ന് ഇതിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക്. പോലീസ് എങ്ങനെയാണ് ഈ വിവരം അറിയുന്നത്? പോലീസ് വിവരം അറിയുന്നത് ഈ അടച്ചിട്ട വീട്ടിൽ സ്മെല്ല് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ മരണപ്പെട്ട് ബോഡി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള നിലയിൽ കാണപ്പെട്ടു. തുടർന്ന് ഉടനെ തന്നെ ബാക്കി പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തൊക്കെ അന്വേഷണം നടത്താൻ പറ്റുമോ, പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ചെയ്തു. അങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റി. ആ കളക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കണ്ടെത്തിയ മൃതദേഹം ജീർണ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞത്. ഈ കടയിലെ ഉടമയായ ആളാണ്. ചേട്ടനാണിത് കണ്ടത് എന്നാണ്. എങ്ങനെയായിരുന്നു ചേട്ടാ ഇത് അറിയുന്നത്? ഞങ്ങളുടെ രാവിലെ ഒന്ന് ഷോപ്പ് തുറക്കുമ്പോഴത്തേക്കും സ്മെല്ലുണ്ടായിരുന്നു. സ്മെല്ല് ഉദ്ദേശിച്ചത് ഈ ഓടയിലകത്തുള്ള സ്മെല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ തൊട്ടടുത്ത ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും സ്മെല്ല് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ഈ റൂമിനകത്തു നിന്നാണ് സ്മെല്ല് വരുന്നതെന്നൊരു സംശയം തുറന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ബോഡിയുടെ ചെറിയ ഭാഗം കണ്ടു. അപ്പോൾ തന്നെ പോലീസിനെ ഇൻഫർമേഷൻ ചെയ്തു. പോലീസ് അപ്പോൾ തന്നെ എത്തി. അവർ ബാക്കി തുടർന്ന് നടപടികൾ തുടങ്ങി. അത്രയേ ഉള്ളൂ. തീർച്ചയായും തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മുറിയിൽ കടുത്ത ദുർഗന്ധത്തെ തുടർന്ന് ഒരു പുലർച്ചെ ചെന്ന് കയറി നോക്കുമ്പോൾ ചീർത്തളിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുക എന്ന ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു വെള്ളറടയിലെ ഈ കലുങ്കുനടയിലെ ഈ കടയുടെ ഉടമയ്ക്ക് ഉണ്ടായത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുമ്പോഴാണ് നടുക്കുന്ന ക്രൂരകൃത്യം ലോകം അറിയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 7-ാം തീയതി വഴിയിൽ ഇറങ്ങി നിന്ന ഒരു മധ്യവയസ്കനെ വാഹനത്തിൽ വന്ന് ഇടിപ്പിക്കുകയും തുടർന്ന് അപകടത്തിൽപ്പെട്ട ഇയാളെ രക്ഷപ്പെടുത്താൻ പോലും തയ്യാറാകാതെ തൊട്ടടുത്തുള്ള മുറിയിൽ കയറ്റി പൂട്ടിയിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഈ അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട ചികിത്സ നൽകാനുള്ള ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ 3 ദിവസത്തിന് ശേഷം ജീർണിച്ച നിലയിലാണ് സുരേഷിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. രാജീവിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.